ബജറ്റ് പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർഷകരെയും ശമ്പളക്കാരെയും അസംഘടിത തൊഴിലാളികളെയും വാരിപ്പുണർന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആദായ നികുതി ഇളവിന്റെ പരിധി 5 ലക്ഷം രൂപയാക്കി. എല്ലാ ചെറുകിട കർഷകർക്കും വർഷം തോറും അക്കൗണ്ടിൽ 6000 രൂപ വീതം എത്തിക്കും. അസംഘടിത മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കുമായി മാസം 3000 രൂപ പെൻഷൻ കിട്ടുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. For FY 19-20 also, I propose the following changes. Individual taxpayers having taxable annual income up to rupees 5 lakhs will get full tax rebate. This income support will be transferred directly into the bank accounts of beneficiary farmers in 3 equal installments of rupees 2,000 each. This program will be funded 100% by the government of India. ये प्रोग्राम 1 दिसंबर 2018 से ही लागू किया जाएगा और पहली किश्त 2000 रुपए की जल्द ही सूचियां बना के उनके खाते में भेजी जाएगी. പ്രധാനപ്പെട്ട അതിഥികൾ ഈ ചർച്ചയിൽ ചേരുന്നു. കൊച്ചിയിൽ നിന്ന് ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ്, ഒപ്പം BDJS നേതാവ് ശ്രീ ഗോപകുമാർ, ശ്രുതി സാമ്പത്തിക വിദഗ്ധ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഒപ്പം രാജേഷ് സാമ്പത്തിക വിദഗ്ധൻ കോഴിക്കോട്ട് നിന്നും അല്പസമയത്തിനകം ചേരും. ആദ്യം ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് പോയ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, 2013-2014 കാലത്തെ 6.38 ലക്ഷം കോടി, അത് പ്രത്യക്ഷ വരുമാനത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്, അത് 12 ലക്ഷമാക്കി ഉയർത്തി. അത് ഏതാണ്ട് ഇരട്ടിയോളമാണ്. ഒപ്പം കിട്ടാക്കടം തിരിച്ചുപിടിച്ചു. UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഏതാണ്ട് 3 ലക്ഷം കോടിയോളം രൂപയുടെ കിട്ടാക്കടം തിരിച്ചുപിടിച്ചു. ഒപ്പം 5 വർഷത്തിനുള്ളിൽ $239 ബില്യൺ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ സാധിച്ചു. ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് രാജ്യത്തിലുള്ളത്. കൂടുതൽ ഈ പണം പിടിച്ചെടുക്കുന്ന കാര്യത്തിലായാലും അടക്കം നിരവധി നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം തന്നെയാകുമോ നടപ്പിലാക്കാൻ സാധിക്കാത്ത, ഫണ്ടില്ലാത്ത പല പദ്ധതികളും പ്രഖ്യാപിച്ചു എന്ന് നിങ്ങളടക്കം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇതൊരു ഇടക്കാല ബജറ്റിനപ്പുറം ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ വാരിക്കോരി കൊടുക്കാനുള്ള ആത്മവിശ്വാസം ഈ സർക്കാർ നൽകിയത്? ഒന്ന്, ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വെച്ചിട്ടില്ലല്ലോ. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ. ഏത് ബഡ്ജറ്റിന് മുമ്പും തലേ ദിവസം എക്കണോമിക് സർവേ പാർലമെൻറ്റിൽ വെക്കും, നിയമസഭയിലാണെങ്കിൽ എക്കണോമിക് റിവ്യൂ വെക്കും. ഇതങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്തൊക്കെ നടന്നതിനെക്കുറിച്ച് നമ്മളെങ്ങനെ അറിയുക? ശ്രീ പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൽ പ്രസംഗത്തിൽ പറഞ്ഞു ഒഴിച്ചാൽ മറ്റൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെക്കാതെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു പറയാൻ എങ്ങനെ വിശ്വസിക്കുക? ഒന്നത്. രണ്ടാമത്തത്, അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അത് നടപ്പിൽ വരേണ്ട എപ്പോഴാണ്? ഏപ്രിൽ 1 തൊട്ട്, അടുത്ത വർഷം സാമ്പത്തിക തുടക്കത്തിലാണ്. അപ്പോഴേക്ക് ഇലക്ഷനിലേക്ക് പോകില്ലേ? എന്ന് മാത്രമല്ല, പുതിയ ഗവൺമെൻറ് മെയിൽ വരുമ്പോൾ ആ ഗവൺമെൻറ് റിവൈസ്ഡ് ബഡ്ജറ്റ് വീണ്ടും വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ രക്ഷപ്പെടണം. അതിനുവേണ്ടി എല്ലാ പ്രൊപ്രൈറ്റിയെ ലംഘിച്ചുകൊണ്ട്, എല്ലാ കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട്, ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ശ്രമമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നടപ്പാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ നടപ്പാക്കുമെന്ന് പറയേണ്ട. ഉദാഹരണത്തിന് ഇപ്പോൾ 6000 രൂപ കർഷകർ കൊടുക്കുമെന്ന് പറയുന്നു, 3 ഇൻസ്റ്റാൾമെൻറ്റ്സാണ്. അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? 2018 ഡിസംബർ മാസം തൊട്ട് അതിന് മുൻകാല പ്രാബല്യം. ഞാൻ ചോദിക്കട്ടെ, അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ധനകാര്യമന്ത്രി അങ്ങനെ ഉണ്ട് ഇതിന് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് വെക്കണ്ടേ? 20,000 കോടി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉണ്ട് അടുത്ത വർഷം നടപ്പാക്കാമെന്ന പദ്ധതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആയി സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് വെക്കണ്ടേ? അത് വെച്ചായിട്ട് കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ജനരോഷത്തിൽ രക്ഷപ്പെടണം, കർഷകരുടെ രോഷം രക്ഷപ്പെടണം, തൊഴിലില്ലായ്മ ചെറുപ്പക്കാരുടെ രോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസാനത്തെ ഒരു അടവെന്ന നിലയ്ക്ക് മാത്രമേ ഞാൻ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ കാണുന്നുള്ളൂ. ശ്രീ ഗോപകുമാർ, ഈ നമുക്കറിയാം രാജ്യത്തെ കാർഷിക മേഖല നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഉള്ളി കർഷകരാകട്ടെ, കരിമ്പ് കർഷകരാകട്ടെ, അവരൊക്കെ
അഭിമുഖീകരിക്കുന്ന കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുണ്ട്. പക്ഷെ അതിനൊന്നും കാര്യമായ പണം അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് കാര്യമായ പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാതെ കർഷകർക്ക് നേരിട്ട് പണം നൽകുക, ഈ പണത്തിൻ്റെ കാര്യം അത് വോട്ടാക്കി മാറ്റുക എന്ന തന്ത്രം, അത്തരത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ കുറ്റപ്പെടുത്തുന്ന ഒന്ന്. അത് കേവലം ഈ പണം നൽകി വോട്ട് വാങ്ങുക എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാർഷിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെറും ആ 6000 രൂപ കൊടുക്കുന്ന സഹായധനത്തെക്കുറിച്ച് മാത്രം പറയാതെ അത് 2 ഹെക്ടറിൽ താഴെയുള്ള കർഷകർക്ക് 3 ഗഡുക്കളായി 6000 രൂപ വരെ സഹായധനം കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ആ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അവർക്ക് താങ്ങുവില 50% ഉയർത്തുക എന്നുള്ളത്, അതും ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ദുരന്തം അല്ലെങ്കിൽ ദുരിതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അവരുടെ പലിശ ഇനത്തിൽ 5% എഴുതിത്തള്ളും എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടാതെ ഫിഷറീസ് മന്ത്രാലയം, അതും ഈ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ ഫിഷറീസും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഫിഷറീസ് മന്ത്രാലയം ഇവിടെ എത്രയോ നാളുകളായി കേരളത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഒരു ഫിഷറീസ് മന്ത്രാലയം വേണമെന്നുള്ളത്. അത് ഈ കഴിഞ്ഞ ഓക്കി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡിഫൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ വന്നപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും, കാർഷിക മേഖലയായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ വികസനമായിക്കോട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, അതുപോലെ എല്ലാ മേഖലകളെയും ഒരേപോലെ കരുതലോടുകൂടെ സമീപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൂരവ്യാപകമായ രീതിയിലുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു ബഡ്ജറ്റായിട്ട് വേണം നമുക്കിതിനെ കാണുവാനായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 5 ലക്ഷത്തോളം രൂപ വരെയുള്ള പരിധി ഉയർത്തിയോടൊപ്പം തന്നെ ഒരു ഏകദേശം ഒരു 7-8 ലക്ഷം രൂപയോളം ആദായമുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനുവേണ്ട ഇപ്പോൾ നമ്മുടെ ഹൗസിംഗ് ലോണുകളായാലും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ആയാലും മറ്റുള്ള റെന്റ് അതുപോലെയുള്ള പല കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഏകദേശം 9 ലക്ഷത്തോളം രൂപ ആദായമുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ ഒരു കുട്ടികൾ മുതൽ, അതായത് എല്ലാ നാനാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ, അത് കുട്ടികളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, മധ്യവയസ്കരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രായം ചെന്നവരായിക്കോട്ടെ, എല്ലാവരെയും കരുതലോടുകൂടി സമീപിച്ചിട്ടുള്ള, എല്ലാവർക്കും ഒരേ രീതിയിൽ അവരുടെ സാമ്പത്തികമായിട്ട് ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോട് കൂടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ബഡ്ജറ്റായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുവാനായിട്ട്. ശ്രീ രാജേഷും സാമ്പത്തിക വിദഗ്ധ, അദ്ദേഹവും കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നുണ്ട്. ശ്രീമതി ശ്രുതി, ഇത്തരത്തിൽ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ആരും പ്രതീക്ഷിക്കാത്ത, ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ചർച്ചയിലൊക്കെ പങ്കെടുത്തവർ പോലും ഒരുപക്ഷെ 2.5 എന്നുള്ളത് 3 അതിനപ്പുറം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം, അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സർക്കാർ നടത്തുന്ന ഒരു ജനപ്രിയ പ്രഖ്യാപനം എന്ന രീതിയിൽ, ആ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം നടത്തുന്നതിനുള്ള ആത്മവിശ്വാസം സർക്കാരിന് എങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കൾ കരുതുന്നത്? ബേസിക്കലി ഒരു ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ അല്ല നമ്മൾ ഇന്നിപ്പോൾ കണ്ട ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്കീംസ് ഗവൺമെന്റ് കൊണ്ടുവന്നു. സോ ഈ സ്കീംസിനോടനുബന്ധിച്ച് റവന്യൂ എവിടെ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഫാമേഴ്സിന് സബ്സിഡീസ് കൊടുക്കുകയാണെങ്കിൽ കൂടിയും ആ കൊടുക്കാനുള്ള റവന്യൂ എങ്ങനെ മൊബിലൈസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട്. ബിക്കോസ് ഇപ്പൊ തന്നെ സാലറീഡ് ഇൻകം ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനെയും എയിം ചെയ്തിട്ട് കുറെ റിഡക്ഷൻ ഓഫ് റവന്യൂ ഗവൺമെന്റിനുണ്ടാവും. അപ്പൊ അതെങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫ്യൂഷനാണ്. ആൻഡ് ദെൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാമേഴ്സിന്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബറേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെനന്റ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് കൂടുതലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. കാരണം ഹെക്ടർ കണക്കിന് ലാൻഡ്സ് ഉണ്ടെങ്കിലും അവിടെ മുഴുവനും കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല അത് ഓൺ ചെയ്യുന്നത്. സോ ഈ 6000 രൂപ പോകുന്നത് ആരുടെ പോക്കറ്റിലേക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ട് ഈ കാർഡുള്ള കർഷകർക്ക് അങ്ങനെയാണ്, ഇതിനൊരു പ്രത്യേക കിസാൻ കാർഡ് പോലെ കാർഡ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ട്രിക്കിൾ ഡൗൺ ഇഫക്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മൻരേഗ എന്ന് പറയുന്ന ഒരു സെലിബ്രേറ്റഡ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന്. സോ അത് മേളിന്ന് ഇത്രയും പൈസ ഇടുമ്പോൾ അത് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് എത്തുന്നത് വളരെ കുറവാണ്, ഇടയ്ക്കുന്ന അതങ്ങ് പോകുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ 6000 രൂപ കൊടുക്കാം എന്നൊരു പദ്ധതി കൊണ്ടുവന്നാലും അത് നേരെ ഇവരുടെ കയ്യിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ ഇന്നും ചോദ്യചിഹ്നമുണ്ട്. കാരണം ഇന്ത്യ എന്നും ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം, സ്ട്രക്ചറലി നമുക്കൊരു അഴിച്ചുപണി ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ. അത് കൊണ്ടുവരാതെ ഈ നമ്പേഴ്സിൽ കിടന്ന് നമ്മൾ കളിച്ചിട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ നോട്ട് നിരോധനം, GST ഒക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവന്ന ഒരുപാട് ആഘാതങ്ങളുണ്ട്. പണം മാർക്കറ്റിലേക്ക് വരാത്ത ഒരു വിഷയം, ഈ സാധാരണക്കാരന്റെ പക്കലേക്ക് ഈ 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 6000 രൂപ നമുക്ക് ചെറുതാണെങ്കിലും UP-യിലും ബീഹാറിലും ഒക്കെയുള്ള കർഷകർക്ക് അതൊരു വലിയ തുകയായിരിക്കും. ഇത്തരത്തിൽ പണം മാർക്കറ്റിലേക്ക് വരുത്താനുള്ള ഒരു ശ്രമം അത് പൊതുവെ ഈ വിപണനത്തെയൊക്കെ കാര്യമായി സ്വാധീനിക്കില്ല എന്നതാണ് ചോദ്യം. അത് ആ തരത്തിൽ മാർക്കറ്റിംഗിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ഗവൺമെന്റ് പ്രോമിസ് ചെയ്ത അനുസരിച്ച് 21,000 കിടിലം മാർക്കറ്റ്സ്, റൂറൽ മാർക്കറ്റ്സ് കൊണ്ടുവരുമെന്ന് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് 100 അത്രയും തന്നെ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. സോ ഈ മാർക്കറ്റിംഗിന്റെ കേസിൽ ഫാമേഴ്സ് ശരിക്കും ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ ഇക്കോണമിയിൽ കാശ് പമ്പിൻ ചെയ്യപ്പെടുമോ? യെസ്, വെരി മച്ച് ട്രൂ. ഇക്കണോമിക്കലി സ്പീക്കിംഗ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ സാലറീഡ് ഇൻകം ക്ലാസിന്റെ ഡിസ്പോസിബിൾ ഇൻകം കൂടാൻ പോവുകയാണ്. അതായത് ഈ റിബേറ്റ് 5 ലക്ഷം കൊണ്ടുവന്നിടത്തോളം കാലം സാലറീഡ് ഇൻകം ക്ലാസ് ഇക്കോണമിയിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന കാശ് കൂടും. സോ ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് 1000 രൂപ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നതും 5000 കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. സോ നമ്മളെ പോലെയുള്ള ആൾക്കാർ അർബൻ സെന്റേഴ്സിൽ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും അതുപോലെ അതിനോട് ഇക്വലന്റ് ആയിട്ട് റൂറൽ കമോഡിറ്റീസിന് ഡിമാൻഡ് കൂടും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കൂട്ടാനും ഫാമേഴ്സിന് അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവരാനും സാധിക്കും ഇഫ് ഇറ്റ് വർക്ക്സ് പ്രോപ്പർലി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അസംഘടിത മേഖലയിൽ പെൻഷൻ ഏർപ്പെടുത്തുക, അത് ഈ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. അത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പല മേഖലകളിൽ നമുക്കറിയാം ഈ പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും ഒക്കെ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊന്നും ആരും അഡ്രസ് ചെയ്തിരുന്നില്ല. അവർക്ക് കേവലം 100 രൂപ മാത്രം അടച്ചുകൊണ്ട് അതും ഈ പറഞ്ഞ പണത്തിന്റെ പ്രശ്നം വരുമെങ്കിലും അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഇതുവരെ നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. സോ ഇപ്പൊ എനിക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ കിട്ടും സർക്കാരിന്റെ കയ്യിൽ നിന്ന്. എനിക്ക് തോന്നുന്നു അത് 1000 rupees ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇഫ് എന്നെ ഈ ഒരു ചാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനൊരു 50 രൂപ ഇടുന്നു, സർക്കാർ ഒരു 50 രൂപ ഇടുന്നു, എനിക്ക് പെൻഷൻ കിട്ടും എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള അറ്റ്ലീസ്റ്റ് കുറച്ചധികം ആൾക്കാർ ആ നെറ്റിനകത്ത് വരും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ അവന് പിന്നെ കിട്ടത്തില്ല, because he is employed. സോ ഈ ഓർഗനൈസ്ഡ് സെക്ടർ പോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ എങ്ങനെയെങ്കിലും ആ ഒരു നെറ്റിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റിന് ഈ പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കുന്ന ഈ ഇൻഷുറൻസിനെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കൊടുക്കുന്ന പെൻഷനെ ഒരുപാട് പേര് ഈ ഇപ്പോൾ ബഡ്ജറ്റ് വന്നതിന് ശേഷം ക്രിട്ടിസൈസ് ചെയ്തു, ബിക്കോസ് അത് വലിയ ബേർഡൻ ഉണ്ടാക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ എന്ന് പറയുന്ന സാധനം കുറെ അങ്ങ് ഇടിയും. അങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വൈസ് പെൻഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആകും. 2, ഈ സെക്ടറിനെ നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി കൊണ്ടുവരാനും സാധിക്കും. സോ ആസ് എ പോളിസി ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. ശ്രുതി, നമ്മൾ ഈ പ്രേക്ഷകരുടെ സംശയങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു സെഗ്മെന്റ് ആണിത്. അപ്പോൾ സുലൈമാൻ എന്ന പ്രേക്ഷകൻ പാലക്കാട്ട് നിന്ന് ചെയ്യുന്നത്. സുലൈമാൻ, താങ്കൾക്ക് ചോദിക്കാം. സാർ, എനിക്ക് ഈ പെൻഷൻ 1000 രൂപ കിട്ടുന്നത് ഇപ്പോൾ നിലവിൽ. കേട്ടില്ല, ഒന്നുകൂടി വ്യക്തമായി പറയൂ. EPF പെൻഷൻ 1000 രൂപയാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോ നിലവില്. എനിക്ക് 67 വയസ്സായി. അപ്പോ 3000 രൂപ പെൻഷന്റെ കാര്യം പറയുന്നത് ഏത് പെൻഷൻ എനിക്ക് മനസ്സിലായില്ല. ഈ 3000 രൂപ ഏതൊക്കെ മേഖലകളിലാണ് ലഭിക്കുന്നത് എന്നുള്ള സംശയമാണ് സുലൈമാനുള്ളത്. 6000 ഈ അസംഘടിത മേഖലയിലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പെൻഷനില്ല. ആ പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ലൈക്ക് ഇപ്പോൾ 18 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ പുള്ളിക്ക് ആ ആള് ഇത്ര വർഷം വരെ ഇത്ര എമൗണ്ട് ഇടുക, അതിനുശേഷം ഇടേണ്ട ആവശ്യമില്ല. അതും 60 വയസ്സിന് ശേഷം മാത്രമേ ആ പെൻഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഞാനൊരു 58ാമത്തെ വയസ്സിൽ ഈ പെൻഷൻ സ്കീമിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 60 വയസ്സിന് ശേഷം ഇത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടീഡ് അല്ല. ഇത്ര മിനിമം
അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. മിനിമം ഇത്ര വർഷം ക്ലിയർലി അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ സുലൈമാൻ, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. രാജേഷും ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. രാജേഷ്, പൊതുവെ ഈ ബജറ്റിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഇടക്കാല ബജറ്റ് എന്നതിനപ്പുറം ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയാണ് പീയൂഷ് ഗോയൽ ചെയ്തത്. അതെ, ആ ഒരു ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഫൈനാൻസ് ബില്ലും കൂടി അതിൻ്റെ കൂടെ പ്രസന്റ് ചെയ്യുക വഴി ഇതിനൊരു ബഡ്ജറ്റിന്റെ ഒരു സ്വഭാവം നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റഡ് ലൈനുകളിൽ തന്നെയാണ് ഈ ബഡ്ജറ്റ് വന്നത് എന്ന് പറയാൻ പറ്റും. കാരണം 2-3 വീക്കുകളിലായിട്ട് ബിസിനസ് ന്യൂസ് പേപ്പറുകളും ബിസിനസ് ചാനലുകളും, ഇംഗ്ലീഷിലുള്ള ചാനലുകൾ പ്രത്യേകിച്ചും, ചർച്ചകളിലൂടെ പല ആളുകളുടെയും നിന്നും വന്ന അഭിപ്രായങ്ങളുടെ കാരണങ്ങളെല്ലാം, അവർ പ്രകടിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ ബഡ്ജറ്റ് വന്നപ്പോൾ അതിന് വെളിച്ചം വന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇൻകം ടാക്സിലെ ഒരു എക്സംഷൻ മാത്രമേ എനിക്ക് തോന്നുന്നു തീർത്തും അപ്രതീക്ഷിതമായി വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അഗ്രികൾച്ചറിന്റെ ഒരു കാര്യം പറയുമ്പോൾ ആർക്കാണ് ഇത് ട്രാൻസ്ഫർ ആവുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തത്. അഗ്രികൾച്ചറിലെ ട്രാൻസ്ഫർ യഥാർത്ഥത്തിൽ നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഒരു ഡാറ്റാബേസ് ഇതുവരെ ഫുൾ പ്രൂഫായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് അമിതാഭ് കാന്ത് നീതി ആയോഗ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഫുൾ പ്രൂഫ് സിസ്റ്റം എത്തിയെന്ന്. ശരിക്കും ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് സോയിൽ ഹെൽത്ത് കാർഡിലൂടെ സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി ഇൻഫർമേഷൻ കറന്റ്ലി അവൈലബിൾ വിത്ത് ദ ഗവൺമെന്റ്, സോയിൽ ഹെൽത്ത് കാർഡ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ബേസ് വെച്ച് നമുക്ക് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ പെട്ടെന്ന് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ലാൻഡിന്റെ ഓണേഴ്സിനാണോ അതോ ടെനറ്റ്സിനാണോ അത് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ടെനറ്റ്സിന് അവരുടെയൊക്കെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെനറ്റും ലാൻഡ് ഓണേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഒറീസ നടപ്പാക്കിയത് ടെനറ്റ്സിനും കൂടി കൊടുക്കുന്ന രീതിയിലാണ് ആ സ്കീമുകളൊക്കെ പോയിരിക്കുന്നത്. 4000 രൂപ കൊടുക്കുന്നതും 50,000 രൂപയുടെ ലോൺ അവൈൽ ചെയ്യുന്നതെല്ലാം ആക്ച്വൽ ലാൻഡ് ഓണേഴ്സിനല്ല ടെനറ്റ്സിന് കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിലൊരു കൃത്യമായൊരു ക്ലാരിറ്റി വരണം. പിന്നെ 2 നമുക്ക് ഡാറ്റാബേസ് വേണം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. പിന്നെ കാർഷിക മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വിലത്തകർച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് ബമ്പർ പ്രൊഡക്ഷൻ ഉള്ള സമയത്തും പ്രൊഡക്ഷൻ താഴെ വരുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രൈസ് ഇമ്പാക്ട് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ ചില പോളിസീസിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ചില രാഷ്ട്രങ്ങളായിട്ട് അഡ്വാൻസ് ആയിട്ട് ഇമ്പോർട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യും. അപ്പോൾ ആ ഇമ്പോർട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ എന്താണെന്ന് പോലും നോക്കാതെ നമ്മൾ സാധനങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം വരണം. പിന്നെ നമ്മൾ ഈ പ്രോസസ് ഫുഡ്, ഓർഗാനിക് ഫുഡുകൾ ഇതിൽക്ക് ഫ്രീ എക്സ്പോർട്ട് നടത്താം. ഫ്രീ എക്സ്പോർട്ട് ഇമ്പോർട്ടിനുള്ള ഒരു അപ്രൂവൽ ഇപ്പോൾ കമേഴ്ഷ്യൽ മിനിസ്ട്രിയിൽ നിന്ന് 3 ആഴ്ച മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം കേരളത്തിനൊക്കെ വലിയ സ്കോപ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓർഗാനിക് ഫാമിങ്ങിന് ഇത്രയധികം പൊട്ടൻഷ്യൽ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്തെല്ലാം സബ്സിഡീസ് ആണ് സബ്സ്യൂം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനും കൂടി അവരുടെ കയ്യിൽ കാണും. പിന്നെ ഇത് വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഏതാണ്ട് 1 lakh crore എമൗണ്ട് ടാക്സ് ബോയൻസിയിലൂടെ, ടാക്സ് ബോയൻസി എന്ന് പറഞ്ഞാൽ കൂടിയ നിരക്കിൽ ടാക്സ് കളക്ഷൻ നടത്തുക ഇനി വരുന്ന വർഷങ്ങളിൽ. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ GST നടപ്പാക്കിയപ്പോൾ GSTയിൽ 3%, 4% ഗ്രോത്ത് ഉള്ളപ്പോൾ, അതായത് ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ ഏതാണ്ട് 4 ഇരട്ടി ഗ്രോത്ത്, 12% അല്ലെങ്കിൽ 15% ഗ്രോത്ത് ഡയറക്റ്റ് ടാക്സിൽ സംഭവിക്കുന്നുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഇതേ സെയിം ക്ലാസിക് എക്സാമ്പിൾ ഞാനൊരു കേസ് സ്റ്റഡി വായിച്ചതാണ്. തായ്ലൻഡിലാണെന്ന് എൻ്റെ ഓർമ്മ ഇതാക്കുന്നു. അവിടെ നടപ്പാക്കിയപ്പോൾ അവർക്ക് ഡയറക്റ്റ് ടാക്സിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു വർധനവ് കിട്ടി. അതേ ഇതാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന ആളുകളുടെ നമ്പേഴ്സ് കൂടി. ആ നമ്പേഴ്സ് കൂടിയതുകൊണ്ട് ടാക്സ് ബ്രാക്കറ്റിൽ നിന്ന് ആരും പോകുന്നില്ല. കാരണം സ്ലാബ് സിസ്റ്റത്തിലേക്ക് വലിയ മാറ്റം വരുത്താതെ തന്നെ നിലനിർത്തിയത് അതുകൊണ്ടായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ നിലനിർത്തുന്നത് ടാക്സ്. ഇപ്പോൾ ടാക്സ് കംപ്ലയൻസസ് നല്ലോണം വന്നിട്ടുണ്ട്. ഇനി അത് കൂടുതൽ ടൈറ്റൻഡ് ആക്കും. GST കംപ്ലയൻസും കൂടുതൽ ടൈറ്റ് ആക്കും. കാരണം നമുക്ക് ഇനീഷ്യൽ ഇയേഴ്സ് നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ഒരുപാട് ഹിക്കപ്സ് ഉണ്ട്. അതൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് GSTയിൽ നിന്ന് നല്ല വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് രാജേഷ് തിരിച്ചു വരാം. ഇപ്പോൾ ആലുവയിൽ നിന്ന് വക്കച്ചൻ എന്ന പ്രേക്ഷകനും കൂടി ചേരുന്നുണ്ട്. വക്കച്ചൻ, താങ്കളുടെ സംശയം ചോദിക്കാം. ഇപ്പൊ
അൺഓർഗനൈസ്ഡ് സെക്ടറിലെ മാസം 100 രൂപ അടച്ചു കഴിഞ്ഞാൽ 3000 രൂപ മാസം പെൻഷനായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. അതെ. ഹലോ. ഞാനൊരു പൊതുമേഖലാ ജീവനക്കാരനായിരുന്നു. ഞാൻ മാസം 1250 രൂപ വെച്ച് മാസം, അതായത് ഒരു വർഷം 15000 രൂപ അടച്ചിട്ട് എനിക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ മാസം 2743 രൂപയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് എങ്ങനെയാണോ അത് പൊരുത്തപ്പെടുന്നത്? അതോ ഇത് ഞാൻ എംപ്ലോയി ആയിരുന്നു, ഒരു പൊതുമേഖലാ ജീവനക്കാരനായിരുന്നു. അതായത് അപ്പൊ എന്താണ് ഇതിന് ഇത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. മാസം 100 രൂപ അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ കിട്ടും. ഞാൻ മാസം 1250, ഒരു വർഷം 15000 രൂപ വെച്ച് അടച്ചു. എന്നിട്ട് എനിക്ക് ഇപ്പൊ കിട്ടുന്നത് മാസം 2743 രൂപയാണ്. ഞാൻ എന്റെ സർവീസ് കാലം മുഴുവൻ അടച്ചിരുന്നു. അതായത് പല അന്നത്തെ നിയമം അനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ കാര്യമാണോ സാർ പറയുന്നത്? അതായത് ഞാൻ ഒരു പബ്ലിക് സെക്ടർ ജീവനക്കാരനായിരുന്നു. പബ്ലിക് സെക്ടർ അപ്പൊ കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ കാര്യമാണോ സാർ പറയുന്നത്? കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജീവനക്കാരനല്ലായിരുന്നു, അതായത് പബ്ലിക് സെക്ടർ, അതായത് HMT പോലുള്ള കമ്പനികൾ. അതെ. ഇതിപ്പം ഐ തിങ്ക് ഈ ഒരു പ്ലാൻ ഇസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ഇപ്പോഴത്തെ NPS എന്ന് പറയുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ അതേ ലൈനിലാണ് ഇപ്പൊ ഗവൺമെന്റ് ഈ ഒരു പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ 50 രൂപ ഇടുന്നെങ്കിൽ ഗവൺമെന്റും 50 രൂപ ഇടുന്നു. എന്നിട്ട് ഈ ഒരു എമൗണ്ട് ഒരു നിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് 60 വയസ്സായതിനു ശേഷം അത് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ കേസിൽ സാർ ഇടുന്ന അതേ നമ്മളിപ്പോ ഏതെങ്കിലും നോർമൽ ഒരു സേവിംഗ് സ്കീം തുടങ്ങുന്ന പോലെയാണ് എനിക്ക് സാറ് പറഞ്ഞത് ഇന്ന് മനസ്സിലായത്. സാറ് അല്ല ഞാൻ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, എംപ്ലോയീസ് EPFO. അതില് കിട്ടുന്ന ഞാൻ മാസം 250 മീൻസ് ഒരു വർഷം 15000 രൂപ അടച്ചിരുന്നു. അത് കാലാകാലങ്ങളിൽ ലാസ്റ്റ് അടച്ചാണ് 15000 രൂപ എന്ന് പറയുന്നത്. അതും ഏണ്ടൊരു അതായത് ആദ്യം 6000 ആയിരുന്നു, പിന്നെ 7500 ആയി, പിന്നെ വർഷം 15000 ആയി. അങ്ങനെ വർഷങ്ങൾ, അതായത് 37. ഇത് തന്നെയാണ് നമ്മുടെ കേസും. ഇപ്പൊ ഞാനൊക്കെ തന്നെയാണ് സാർ പറയുന്ന പോലെ ഞാനല്ല ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. സോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നമുക്കിപ്പോ ആർക്കാണെങ്കിലും ഇന്നിപ്പോ രാവിലെ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ആ ഒരു ഒറ്റ ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. തീർച്ചയായും സംഭവം ഇപ്പൊ ഇന്ന് ബജറ്റ് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു ക്ലാരിറ്റി വരുമെന്ന് എനിക്ക് ഉടനെ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി ശ്രീ വക്കച്ചൻ വിളിച്ചതിന്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇത്തരത്തിൽ ഈ ഒരുപാട് ഈ പണം ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പണം എങ്ങനെ കണ്ടെത്തുമെന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിച്ച് ധനപരമായി പണവുമായി ബന്ധപ്പെട്ട് അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നത് നല്ല ലക്ഷ്യം തന്നെയല്ലേ? കൂടുതൽ ചെലവിടുമ്പോൾ അത് വിപണികളിൽ അടക്കം പ്രതിഫലിക്കും. ആ രീതിയിൽ ഈ ബജറ്റിനെ മറ്റൊരു തരത്തിൽ കൂടി കുറച്ചുകൂടി ധൈര്യമുള്ള ഒരു നീക്കമായി കണ്ടുകൂടെ? അല്ല, അത് മാർക്കറ്റിലേക്ക് പണം വരുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഈ പണം കർഷകന് ആർക്ക് കിട്ടുന്നു, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാട് തൊട്ട് കേരളം തൊട്ട് എല്ലാ സ്റ്റേറ്റിലും മിക്കവാറും ഭൂമിയൊക്കെ ലാൻഡ് ലോൺസിൻ്റെയാണ്. അവിടെ ഭൂനിയമങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ 2 ഏക്കർ 3 ഏക്കർ എടുത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. അത് പലർക്കായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ വരുമ്പോഴേക്കും പണം വരുമ്പോഴേക്കും ഓണർക്ക് അവരോട് ഇവർക്കൊന്നും കിട്ടില്ല. ഇപ്പൊ തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം റാവു നടപ്പാക്കിയത് അദ്ദേഹം ചെയ്തത് ഇതുപോലെ തന്നെ സർവേ നമ്പർ നോക്കി ഒരു ഏക്കറിന് 8000 രൂപ വെച്ച് അദ്ദേഹം കൊടുത്തു. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൃഷിപ്പാടൊക്കെ നികത്തി അവിടെ വലിയ മോളാണ്, അയാൾക്കും കിട്ടി 16000 രൂപ 2 ഏക്കർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രിസൈസീവായി യഥാർത്ഥ കർഷകന് കിട്ടുന്നു എന്നുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് പാടും, നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇലക്ഷന് മുമ്പുള്ള അനൗൺസ്മെന്റിന് അപ്പുറം ഒരു ഹോംവർക്ക് ചെയ്താണ് ഇത് ധനകാര്യമന്ത്രി വന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ 20,000 കോടി രൂപ വേണം ഈ ഡിസംബർ 1 തൊട്ട് മുൻകാല പ്രാബല്യം വേണമെങ്കിൽ. അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ സപ്ലിമെന്ററി കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല, കൊണ്ടുവരേണ്ടതല്ലേ? അപ്പോൾ ഒത്തിരിയേറെ കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റിന് പലതും വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷന്റെ മുമ്പുള്ള ഒരു ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കാണുന്നില്ല.
ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. ശ്രീ ഗോപകുമാർ കൊച്ചിയിൽ ചേരുന്നു, ഡൊമിനിക് പ്രസന്റേഷനും കൊച്ചിയിലുണ്ട്, ശ്രുതിയും ഡെസ്കിൽ ചേരുന്നു, ഒപ്പം രാജേഷ് കോഴിക്കോട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നു തത്സമയം. सपने साकार करने में और साथ साथ देश के विकास को गति देने में जुटा हुआ है। ऐसे समय में इस बढ़ते मिडिल क्लास की आशा आकांक्षा कुछ कर दिखाने के जज्बे को हौसला मिले, उसको सपोर्ट मिले, इसके लिए सरकार ने अपनी प्रतिबद्धता दिखाई है। मैं देश के मिडिल क्लास, सैलरीड मिडिल क्लास को इनकम टैक्स दरों में मिली छूट के लिए बहुत बहुत बधाई देता हूं। ये मध्यम वर्ग और उच्च मध्यम वर्ग की उदारता ही है, उनकी ईमानदारी ही है, कानून को मानकर चलने की उनकी प्रतिबद्धता ही है, जिसकी वजह से देश को टैक्स मिलता है, देश की योजनाएं बनती हैं, गरीब का कल्याण होता है। बरसों से ये मांग रही है कि 5 लाख रुपए तक की आय को इनकम टैक्स से मुक्त घोषित किया जाए। इतने वर्षों से की जा रही इस मांग को पूरा करने का काम हमारी सरकार ने किया है। साथियों, किसानों के लिए समय समय पर अलग अलग योजनाएं अलग अलग सरकारों ने बनाई हैं, लेकिन ऊपरी सतह के 2-3 करोड़ किसानों से ज्यादा किसान इन योजनाओं के दायरे में आए ही नहीं। अब प्रधानमंत्री किसान सम्मान निधि, यानी जिसे पीएम किसान योजना कहा जा रहा है, उसका लाभ 12 करोड़ से ज्यादा उन किसानों को मिलेगा जिनके पास 5 एकड़ से या 5 एकड़ से कम भूमि है। एक प्रकार से आजादी के बाद देश के इतिहास में किसानों के लिए बनी ये सबसे बड़ी योजना है। हमारी सरकार किसानों के लिए एक के बाद एक ठोस कदम उठा रही है। पशुपालन, गौ संवर्धन, मछली पालन जैसे ग्रामीण जीवन और कृषि जीवन से जुड़े अहम क्षेत्रों का भी इस बजट में विशेष ध्यान रखा गया है। राष्ट्रीय कामधेनु आयोग और मछली पालन का अलग डिपार्टमेंट करोड़ों किसानों को अपनी आजीविका बढ़ाने में मदद करेगा, मछुआरों की मदद करेगा। നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലും ബ്യൂറോകളിലുമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ശ്രീ ഗോപകുമാറും ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും കൊച്ചിയിൽ, സാമ്പത്തിക വിദഗ്ധരായ ശ്രീമതി ശ്രുതിയും ശ്രീ രാജേഷും ന്യൂസ് ഡെസ്കിലും കോഴിക്കോട് സ്റ്റുഡിയോയിലുമായിട്ട് തുടരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി വരും.